ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 237 വഴക്കുണ്ടായി തമ്മിൽ പിരിയരുത്. ഭാഗം 237 വഴക്കുണ്ടായി തമ്മിൽ പിരിയരുത് ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ്റെ ഷഷ്ടിപൂർത്തി നാടായ നാടെങ്ങും വലിയ ഭക്തിയോടുകൂടി ജനങ്ങൾ ആഘോഷിക്കുകയുണ്ടായി. ആ ആഘോഷത്തിൻ്റെ ഭാഗമായി SNDP യോഗം ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി സ്മാരകം എന്ന നിലയിൽ ഒരു മന്ദിരം പണി കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിലേക്കായി തിരുവനന്തപുരം കൈതമുക്കിൽ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ മന്ദിര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. കുമാരനാശാൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അതെല്ലാം നടന്നിരുന്നത്. അക്കാലത്ത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്ന സ്വന്തം സ്ഥലത്ത് കുമാരനാശാൻ തൻ്റെ വകയായി ഒരു കെട്ടിടവും പണി കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. ഷഷ്ടിപൂർത്തി മന്ദിരത്തിന് വാങ്ങിയ സാമഗ്രികൾ കൊണ്ടാണ് ആശാൻ സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതെന്ന ഒരു ആരോപണം അപ്പോൾ ചിലർ ഉന്നയിക്കുകയുണ്ടായി. അത് പിന്നീട് വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീരുകയും ചെയ്തു. ആ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഗുരുദേവൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആരോപണം ഉന്നയിച്ചവരെല്ലാം ഒത്തുകൂടി ഗുരുദേവന് മുന്നിൽ ഹാജരായി. അവർ കുമാരനാശാനെ കുറ്റപ്പെടുത്തുകയും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെന്ന് വരുത്തുവാൻ തക്കവിധം സംസാരിക്കുകയും ചെയ്തു. അതെല്ലാം കേട്ട ശേഷം തർക്കക്കാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ ഗുരുദേവൻ ആജ്ഞാപിച്ചു. അതനുസരിച്ച് പേട്ടയിലെ പുളിമൂട് വീട്ടിൽ വെച്ച് ഒരു യോഗം കൂടി. ഗുരുദേവനും ആ യോഗത്തിൽ സംബന്ധിക്കുകയുണ്ടായി. ആ യോഗത്തിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നതിലും ഗുരുദേവൻ അഭിപ്രായമൊന്നും പറയാതിരുന്നതിനാലും കുമാരനാശാന് വലിയ വിഷമവും നിരാശയുമുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ യോഗം നടന്നിരുന്ന ഹാൾ വിട്ട് മറ്റൊരു മുറിയിൽ പോയിരുന്നു. ഗുരുദേവൻ്റെ അഭിപ്രായം അറിയുവാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആശാനെ ഗുരുദേവൻ ശകാരിച്ചേക്കുമെന്ന് ഒരു പറ്റം പേർ അവിടെ പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞതോടെ അവിടെയുണ്ടായിരുന്ന M. ഗോവിന്ദൻ ജഡ്ജിയെ ഗുരുദേവൻ മുറിയിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം ഗുരുദേവൻ്റെ കൽപ്പനയ്ക്കായി കാതോർത്തു നിന്നു. അപ്പോൾ ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു: വഴക്കുണ്ടായി തമ്മിൽ പിരിയരുത്, യോജിപ്പായി കഴിയണം. ഉടൻ തന്നെ ഗോവിന്ദൻ ജഡ്ജി പുറത്തു വന്ന് മന്ദിര നിർമ്മാണത്തിൻ്റെ കണക്കുകൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ആശാനെതിരെ കരുതിക്കൂട്ടി ആരോപണമുന്നയിച്ചവർ അതോടെ നിശബ്ദരായി സ്ഥലം വിട്ടു. ആത്മാർത്ഥമായി ഗുരുസേവ ചെയ്യുന്നവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുവാൻ ഗുരുദേവന് കണക്കുകളുടെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാതവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തി. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടും നടിയങ്ങൾ ഞങ്ങൾ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടും നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 237 വഴക്കുണ്ടായി തമ്മിൽ പിരിയരുത് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.